സെക്കോൺ IAF മാരത്തോണിൻ്റെ റേസ് റിപ്പോർട്ട് ഇട്ട സമയത്ത് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കുറേ അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബ്രോ റേസിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിനെന്തെങ്കിലും ടിപ്സോ ട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ടിപ്സോ ട്രിക്സോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മൾ ബാക്കിയുള്ളവരെത്തുന്നതിന് മുന്നേ ഏറ്റവും ഫ്രണ്ടിൽ പോയാൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതെപ്പോഴും നല്ലതല്ല കേട്ടോ, കാരണം അന്ന് ഒരു ടൈംഡ് റൺ അല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇന്ന് റേസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ടൈംഡ് റണ്ണിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം ഞാനൊരു ഹാഫ് മാരത്തോൺ ഫിനിഷ് ചെയ്തത് എൻ്റെ PR വരുന്നത് ഒരു 150 റേഞ്ചാണ്. സോ എൻ്റെ ആവറേജ് പേസ് വരുന്നത് ഒരു 5, 10, 5, 20 ആ റേഞ്ചൊക്കെയാണ് റേസ് പേസ് വരുന്നത്. റേസ് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 ഫിനിഷ് ചെയ്യുന്ന പലരും അതിനേക്കാൾ ഒത്തിരി സ്പീഡിലായിരിക്കും ഓടുന്നത്. അതായത് 3:50 പേസിലൊക്കെ ഓടുന്ന ആളുകൾ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരുപാട് ഓവർടേക്ക് ചെയ്യും. അല്ല നമ്മൾ കുറച്ച് ക്യാരിഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേ സ്പീഡിന് റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ആകുമ്പോൾ നമ്മുടെ എനർജി കംപ്ലീറ്റ്ലി തീരും. സോ അങ്ങനെ ഒരു റിസ്ക് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈംഡ് റണ്ണിൽ. ഇത് ടൈംഡ് അല്ലാത്ത ഒരു ധൈര്യത്തിലാണ് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും ലീഡ് ചെയ്തതും ഒക്കെ. നമുക്ക് ആ ഒരു കപ്പാസിറ്റി ആയി കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പേസിന് പറ്റുന്ന ഒരു സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 3:50 തൊട്ട് ഒരു 4:40 പേസൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാഫ് മാരത്തോൺ ഡിസ്റ്റൻസിലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഓപ്ഷനാണ്. അല്ല നിങ്ങളൊരു 5:10 മുതൽ 5:40, 5:50 റേഞ്ചൊക്കെ ആണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടെ ബാക്കിലായിട്ട്, അത് നടുക്കുവരെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ബാക്കിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഫ്രണ്ടിലൊരു 4-5 റോ ആ ഒരു റേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ 5-6 റോ, 5ാമത്തെ 6ാമത്തെ റോ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ അതിനേക്കാൾ സ്ലോ ആണ്, ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് പേസിലൊക്കെ ഓടുന്നവരാണെങ്കിൽ ഒരു ഹാഫ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ റേസിലും ആദ്യമായിട്ട് ഓടുന്ന കുറേ പേര് കാണും, അവരായിരിക്കും യൂഷ്വലി ബാക്കിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സ്റ്റാർട്ടിങ് ലൈൻ അങ്ങനെ സ്ട്രാറ്റജിക്കലി ഒന്നും ആയിരിക്കില്ല കാണുന്നത്. സോ ഏറ്റവും ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം പേസ് ഉണ്ടായിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവരെല്ലാം ഓവർടേക്ക് ചെയ്യേണ്ടി വരും, ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേസ് അറിഞ്ഞിട്ട് സ്ട്രാറ്റജിക്കലി ആലോചിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് തീരുമാനിക്കുക. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് ടിപ്സും വീഡിയോസും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.